പറഞ്ഞു. ആ ടീച്ചറ് മീൻകാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ താൻ വന്നത്? അതെ. ഈ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും വലിയ മാനക്കടയ്ക്ക് ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു മീൻകാരന്റെ വീട്ടിൽ തട്ടവും മുണ്ടിട്ട് വേദവും മാറി അവനെ കൊണ്ട് കല്യാണം കഴിക്കാന്ന് വെച്ചാ കല്യാണം കഴിച്ചോ? അല്ല, ഇത്രയാസ്ഥിതിക്ക് നമുക്കതങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. അവിടെ നോക്ക, മതം മാറ്റി മാറ്റി ഒടുവിൽ നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കെട്ടാണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ ഭഗവാനെ, അമ്പലക്കിണറിൽ വിഷം കലക്കി നമ്മൾ കോഴി കുടിച്ച് അങ്ങോട്ട് ചാവുക. അതേ തരള്ളൂ, മനസ്സിലാക്കുക. എന്റെ മോൾ ഒന്നോണ്ട് ബേജാറാവണം. വന്ന് എന്തെങ്കിലും കഴിക്ക്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഇബിലീസുകളെ പേടിച്ച് ജീവൻ കളയേണ്ട കാര്യമുണ്ടോ? രാത്രിക്കുട്ടിക്ക് ഇവിടെ താമസിക്കണേല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം. എന്താ കുഞ്ഞാലി ഇത്? ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഏത് കൊലവമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ ഇറങ്ങിപ്പോവാൻ നമ്മൾ പറയില്ല. കിടക്കാൻ ഒരിടലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തെന്നിയിട്ടുണ്ട്. തലയെക്കെട്ട് നിസ്കാര ടൈമ്പോഴുള്ള സ്വന്തം ജാതിക്കാരെ ആട്ടി ഇറക്കിയപ്പോ ഞമ്മക്കൊരിടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ്. പഴയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്റെ കുട്ടിക്ക് എന്താ വേണ്ടേച്ച പറഞ്ഞോളി. ഉമ്മാന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഉമ്മ നടത്തി തരാം. എന്റെ കുട്ടി ഇങ്ങനെ തരല്ലേ? ഈ കണ്ണീര് കാണുമ്പോ ഉമ്മയുടെ ചെന്താണ് പഠിക്കുന്നത്. ടീച്ചറെ, ആചാര്യ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞാലിയുടെ പുരയിൽ നിൽക്കണേന് വലിച്ച ബുദ്ധിമുട്ടുണ്ടെങ്കില്? ഇല്ല, എന്റെ സ്വന്തം വീടുപോലെയാ. ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം. ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഗായത്രി അഭിനന്ദിക്കുകയാണ്. അതെ, മാഷ് പറഞ്ഞത് ശരിയാ. വല്ല അബദ്ധവും കാണിച്ചിരുന്നെങ്കിൽ പടച്ചോനെ ഞമ്മക്കത് ഓർക്കാൻ കൂടെ കഴിയില്ല. സഹിക്കാവുന്നതിനപ്പുറം വേദന സഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. ഇനി ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും. ആരെന്തു പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട. പറഞ്ഞു തളരുമ്പോ അവര് താനേ നിർത്തിക്കൊള്ളും. പഴയപോലെ സ്കൂളിൽ വരിക, ക്ലാസ് എടുക്കുക. ടീച്ചേഴ്സും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് പറഞ്ഞെന്നിരിക്കും. പക്ഷെ തളർന്നു പോകരുത്. ഇത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലല്ലോ. പൊരുതണം, പൊരുതി ജയിക്കണം. രാത്രിക്കുട്ടേ, ഓ ഇത് മേടിക്കാൻ നമ്മൾ പെട്ട പാട് ചില്ലറൊന്നുമല്ല. അങ്ങാടിയിൽ അന്തോണിയാപ്പിളയുടെ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് സുലൈമാൻ നിൽക്കണം. ഓന്റെ മുമ്പ് വെച്ച് ഇത് മേടിക്കാൻ പറ്റുമോ? നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു. ബേലാമ്പിള്ളയുടെ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് കോട്ടയ്ക്കൽ അവോക്കർ നിൽക്കണം. ഒരു മുസൽമാനായ നമ്മളിത് വാങ്ങണ കണ്ടിട്ട് ഓലിക്കൊരു ഇടങ്ങേറ് തോന്നിട്ടാണ് പറ്റിട്ടാണ്, അല്ലാതെ ഓരോ പേടിച്ചിട്ടൊന്നുമല്ല. നോക്കി നിങ്ങളുടെ പടച്ചോന്മാരെല്ലാം കാണാൻ നല്ല ചന്തമുള്ളവരാ. നീ നീന്റെ അകത്തേക്ക് കയറ്റത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. നാളെ അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല. അല്ലാതെ മുയനും കളഞ്ഞാ? നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത്? ആര് എപ്പോ പറഞ്ഞു? ഇപ്പൊ അങ്ങനെ ആയാ? മീൻ തിന്ന് നാറിയിട്ട് ഓന്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെ. മീനില്ലാണ്ട് ഓന് ചോറിറങ്ങൂല. അല്ലാ, ഇനി മുതൽ കച്ചവടം കഴിഞ്ഞ് വന്ന കുളിച്ചിട്ട് വേണം പൊരേ കയറാൻ. മനസ്സിലായോ എനക്ക്? തിരുമേനി വിഷമിക്കാതിരിക്കൂ. എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതിനിപ്പോ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. അഥവാ ഉണ്ടായാൽ തന്നെ ആദ്യം ശേഖരൻ എന്നെ വിവരം അറിയിക്കാതിരിക്കോ? ഏതായാലും എനിക്ക് എത്രത്തോളം ഒന്ന് പോണം. എന്റെ കുട്ടി ഒന്ന് കാണണം. ആവാലോ, പോവുകയും ചെയ്യാം, കുട്ടിയെ കാണുകയും ചെയ്യാം. പക്ഷേ ആദ്യം ആ ശേഖരനെ ഒന്ന് പോയി കാണുക.
അതാ വീട്. മോളെ അന്റെ ബാപ്പ വരുന്നുണ്ട്. കരയാതെ മോളെ, കരയാതെ. കരയരുത്. ഒക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതിയാൽ മതി. കടം വീട്ടുകയായിരിക്കും. എന്താ ഇങ്ങനെ പറയണത്? നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ? എന്റെ കുഞ്ഞാനും ഞാനും വിശന്ന് പോരുമ്പോ നിങ്ങൾ തന്ന ചോറാ ഞമ്മക്ക് ജീവൻ തന്നത്. സ്വന്തം ജാതിക്കാരെ ആട്ടി ഇറക്കിയപ്പോ തല ചായ്ക്കാൻ ഒരിടം തന്നത് നിങ്ങളാ. എങ്ങനെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ പഠിച്ചോനെ എന്നുള്ള സന്തോഷമാണ് ഞമ്മക്ക്. കുടിക്കാൻ അധികം ഒന്നും വേണ്ട, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഓരോന്ന് കേട്ടപ്പോ നെഞ്ചു പടച്ചിട്ട് ഓടി വന്നതാ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് താമസം എന്നറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു പേടി. ആമിനെയും ഉമ്മയും കുഞ്ഞാലിയെയും ഇല്ലത്തിന്റെ ചായ്പിൽ താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ ഈ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി. പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാ ഞാൻ പഠിച്ചിരിക്കുന്നത്. തൂണിലും തുരുമ്പിലും ഉള്ളത് ഈശ്വരനെ. അതിനെ നിന്ദിക്കുന്നവൻ മനുഷ്യനല്ല. ഇവളെ കൂട്ടിക്കൊണ്ടുപോവാച്ചിട്ടാ വന്നത്. മാഷ് പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല. സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്നത് മാഷ് തന്നെയാ. രുക്മിണി ശ്രീദേവിയൊക്കെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയതാ. നിന്നെ കൂട്ടിക്കൊണ്ടില്ലാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു. കൊണ്ടോന്നൂടേനോ? ഞമ്മക്കൊന്ന് കാണായിരുന്നല്ലോ. കുഞ്ഞാലി ഓൻ വെളുപ്പിനെ ഇറങ്ങും. അച്ഛനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക. എനിക്ക് മകനെ പോലെയാ. എന്തായാലും സമാധാനായി. ഇതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റിയ പ്രശ്നമല്ല. കുമ്പളക്കടവ് സ്കൂളിലെ കുട്ടികൾ പൊട്ടിട്ടോ തൊപ്പി വെച്ചോ വന്നതിന് അന്നാട്ടിലുണ്ടായ കച്ചറകളൊക്കെ നിങ്ങളും വായിച്ചല്ലേ പത്രങ്ങളില്? ഗുഡ് മോർണിംഗ്. ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ? കുട്ടികളെ ആരെയും കാണാനില്ല. അപ്പൊ ടീച്ചർ വിവരം പറഞ്ഞില്ലേ? ഇല്ല. എന്താ? അന്തർജനമാണ് അറിവ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത്. പറയുന്നതിൽ വേറൊന്നും തോന്നരുത്. ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാലും സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും. ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ? ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന്റെ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജിവെച്ച് വീട്ടിൽ പോയനെ. ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ചാ സ്കൂളിലേക്ക് വരണത് തന്നെ. അങ്ങനെ പേടിക്കാതെ ഇവിടെ ഒളിക്കാൻ കാട് വേണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇംഗ്ലാബ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ നാവ് ഇത്ര നീളണ്ടല്ലോ. ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചറുണ്ടാക്കുന്ന നായ്ക്കളെ നിരക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ? ബസ്സിന് 10 പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുട്ടികൾക്ക് ബസ് തടിപ്പിച്ച നിങ്ങൾ യൂണിയനിന്റെ ഇക്കാര്യത്തിൽ തൊള്ളിമുട്ടിയിരിക്കുന്നത്. ഇത് അങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂസേ. അടങ്ങാഞ്ഞിട്ടല്ല, മുൻകാല് വോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ? ഞങ്ങളൊക്കെ കുഞ്ഞുകുട്ടി പരാധീനക്കാരാ. ഫസ്റ്റ് ആൾക്കാരാ. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒരൊറ്റ ചിന്തല്ലേ ഉള്ളൂ. അല്ല, ഇനിയിപ്പൊ നാളെ മുതൽ മുസ്ലിം സ്കൂളിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? രാജിവെച്ച് വീട്ടിൽ പോയി കുത്തിരിക്കും. എന്തേ ചിന്തിക്കണേ? രാജിവെച്ച് പോകാൻ പറയാൻ എളുപ്പാ. 75,000 1 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണേ. ആചാര്യ നല്ല മനസ്സുകൊണ്ട് നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കണ്ണു ചോരില്ലാത്ത വർത്താനം പറയണേ. മോളെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത്? അറിയാനിട്ടല്ല, എന്നാലും എന്റെ മോള് പോവാന്ന് ഓർക്കുമ്പോ. ഉമ്മ, ഞാൻ എത്ര ക്ഷമിച്ചു, എന്തൊക്കെ സഹിച്ചു. അവസാനം സ്കൂൾ വരെ നിർത്തലാക്കുക. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം.
ഇനി എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം പോരെ. എനിക്ക് ഇത്രയൊക്കെ പോരെ. ഓരോ റിവിലേസുകൾ പറക്കും മനുഷ്യന്മാർക്ക് സ്വൈരം കെടുത്താൻ. സാരല്ലമ്മ, എനിക്ക് പോയേ പറ്റും. മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞ അവരെ സമ്മതിക്കില്ല. അവരുടെ മുഖത്ത് നോക്കി മറുത്തു പറയാൻ എനിക്കാവില്ലമ്മ. എന്നാലും എന്റെ കുഞ്ഞാലിയോടെങ്കിലും പറയണം. പറയാതെ പോയാ ഓന് സഹിക്കൂല. വയ്യമ്മ, കുഞ്ഞാലിയോട് യാത്ര പറയാൻ എനിക്ക് വയ്യ. ഞാൻ പോയെന്ന് ഉമ്മ പറഞ്ഞാ മതി. മോളെ, ഹാജിയാരെ ഏൽപ്പിക്കാൻ കൊടുത്ത രാജിക്കത്ത്. ഇങ്ങനെ ഒളിച്ചോടി പോകാൻ മാത്രം എന്താ ഉണ്ടായത്? ടീച്ചറോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത്? ഹാജിയാർ പറഞ്ഞോ അതോ ഞാൻ പറഞ്ഞോ? ആട്ടെ, ടീച്ചർ രാജിവെച്ച് പോയി എന്ന് വയ്ക്കുക. എന്നാൽ ഈ പ്രശ്നം തീരും. എല്ലാവർക്കും ഇപ്പൊ പ്രശ്നം ഞാനാണ്. പ്രായമായ അച്ഛന് ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു. സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിനൊരു തണലാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ? അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരു തൊഴിലിനു വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി. എതിർപ്പുകളെ അതിജീവിച്ച ആദർശധീരതയുടെ ഒരു കണ്ണിയാണ്. സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ. ആ അച്ഛന്റെ മകൾ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നത്തിൽ തളരരുത്. എന്താ സർ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ എത്ര സഹിച്ചു, ക്ഷമിച്ചു, കാണും. ഇനി വയ്യ. ആദർശധീരതയുടെ പേരിൽ ഒരു ജോലി ഇട്ടെറിഞ്ഞിട്ട് പോന്നവനാ ഞാൻ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഗായത്രി ഈ ജോലി തുടരണമെന്നാ. ഇതിലൊക്കെ ഇത്ര തലപോകഞ്ഞ് ആലോചിക്കാൻ എന്താ ഉള്ളത്? മേന്നെ സ്കൂള് പൂട്ടുന്നുള്ള കാര്യം തീർച്ച. അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു